ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ വാഹന നിർമ്മാണ കമ്പനികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് ഇതിലിപ്പം 17 കമ്പനികളാണ് ശരിക്കും ഉള്ളത്, പക്ഷേ അതിൽ കൂടുതലുണ്ട്. നമ്മളിപ്രാവശ്യം റീറ്റെയിൽ സെയിൽസ് ആണ് നോക്കുന്നത്, അതായത് കമ്പനികൾ എത്ര വണ്ടികൾ ശരിക്കും കസ്റ്റമേഴ്സിന് വിറ്റു എന്നുള്ളത്. ഫാക്ടറി ഡിസ്പാച്ച് അല്ല, സാധാരണ എല്ലാവരും ഫാക്ടറി ഡിസ്പാച്ച് ആണ് പറയാറുള്ളത്. നമുക്ക് ഏതായാലും 17th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നോക്കാം. അത് JLR ആണ്, അതായത് ജാഗ്വാർ ലാൻഡ് റോവർ ആണ്. കഴിഞ്ഞ മാസം ടോട്ടൽ 449 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കമ്പയർ ചെയ്യുന്നത്, അതായത് ഒക്ടോബർ 2025 ഒക്ടോബർ 2024 സെയിൽസ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 545 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. 96 വാഹനങ്ങളുടെ വ്യത്യാസവും 17.61% ഡീഗ്രോത്ത് റേറ്റും ആണ് ഇവർക്ക് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം കൂടുതലാണ്. നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള കമ്പനിയും JLR തന്നെയാണ്. ഇനി അടുത്ത 16th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി BYD ആണ്. BYD ഇന്ത്യയിൽ എല്ലാ വണ്ടികളും ഇമ്പോർട്ട് ചെയ്താണ് വിൽക്കുന്നത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ വളരെ നല്ല സെയിലാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ മാസം 570 വാഹനങ്ങളുടെ സെയിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 399 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് തന്നെ 171 വാഹനങ്ങളുടെ വ്യത്യാസവും 42.86% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് BYD. പിന്നെ ഇവരുടെ ഒരു പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ നല്ല ഇലക്ട്രിക് വണ്ടികളുമാണ്. ഇനി നമ്മുടെ അടുത്ത 15th പൊസിഷനിൽ നിൽക്കുന്ന സെട്രോയിനും ജീപ്പും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സെയിൽസ് ആണ്. ഇതിൽ സെട്രോയിനാണ് കൂടുതൽ സെയിൽസ്, ജീപ്പിന് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഏതായാലും രണ്ടിനും കൂടെ കഴിഞ്ഞ മാസം 1306 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 1298 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. ജസ്റ്റ് 8 വണ്ടികളുടെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. 0.62% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന രണ്ട് കമ്പനികളും ഇത് തന്നെയാണ്. അതിപ്പം കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ ഒരു കുറവില്ല, അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടിനും അത്യാവശ്യം സെയിൽ ഇപ്പോഴും കുറവാണ് എന്ന് മാത്രം. സെട്രോയിൻ പിന്നെ പുതിയ എക്സ് മോഡൽസ് ഒക്കെ ഇറക്കിയിട്ട് അത്യാവശ്യം പിടിച്ച് കയറിയിട്ടുണ്ട്. ജീപ്പ് പ്രത്യേകിച്ചും ചെയ്യാത്തതുകൊണ്ട് സെയിലൊന്നും കൂടിയിട്ടില്ല. ഇനി നമ്മുടെ അടുത്ത 14th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 1391 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 736 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 655 വാഹനങ്ങളുടെ വ്യത്യാസവും 88.99% ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന കമ്പനിയും ഫോഴ്സ് തന്നെയാണ്. ഇവരുടെ മൊത്തത്തിലുള്ള ഒരു ലൈനപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഇംപ്രസീവ് ആയിട്ടുള്ള സെയിൽസ് തന്നെയാണെന്ന് പറയാം. ഇനി 13th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി നമ്മുടെ BMW ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 1483 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 1636 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 153 വാഹനങ്ങളുടെ വ്യത്യാസവും 9.35% ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. കേൾക്കുമ്പോൾ തോന്നില്ലായിരിക്കും, പക്ഷേ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള കമ്പനി BMW ആണ്. ഇവർ പിന്നെ ഇപ്പോൾ ഇറക്കുന്ന വണ്ടികളും കുറച്ച് വിയേർഡാണ് കൈൻഡ് ഓഫ്. ഇപ്പോൾ പുതിയ 5 സീരീസ് ആണെങ്കിലും 5 സീരീസ് ആണെന്നില്ല, ഏത് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മെർസിഡീസിന് കമ്പാരിറ്റീവ്ലി സെയിൽ കൂടുതലാണ്. ഇവരുടെയും വണ്ടികളൊക്കെ ഈ അടുത്ത കാലത്ത് വരുന്നത് ഇത്തിരി വിയേർഡ് ലുക്കാണ്, പക്ഷെ എന്നാലും BMW അത്രയും വിയേർഡല്ല. കഴിഞ്ഞ മാസം മെർസിഡീസിന് 1854 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 1929 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 75 വണ്ടികളുടെ വ്യത്യാസം 3.89% ഡീഗ്രോത്ത് റേറ്റ് ഉള്ളൂ. ഈവൻ ദോ രണ്ട് കമ്പനികൾക്കും ഡീഗ്രോത്ത് ആണെങ്കിലും മെർസിഡീസിന്റെ കമ്പാരിറ്റീവ്ലി ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഒരു ഇത്തിരി കുറവാണ്. പിന്നെ വണ്ടികൾക്കൊക്കെ ഇപ്പോഴും അത്യാവശ്യം നല്ല ടെക് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ നിസാൻ ആണ്. നിസാൻ ആകപ്പാട് ഒരൊറ്റ വണ്ടി മാത്രമേ ഇപ്പോൾ ഉള്ളൂ, നമുക്കറിയാം. അത് മാഗ്നൈറ്റ് ആണ്. പിന്നെ ഉള്ളത് എക്സ്ട്രയിൽ, അത് പിന്നെ ഉള്ളത് ഇല്ലാത്ത കണക്കാണ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. പക്ഷേ അടുത്ത വർഷം സ്റ്റാർട്ടിങ് ആകുമ്പോഴേക്കും പുതിയ ടെക്ട്രോൺ എന്ന് പറഞ്ഞ ഒരു ക്രെറ്റ സെഗ്മെന്റിലുള്ള SUV വരും. അപ്പോഴേക്കും ഒരു സെയിൽസ് തിരിച്ച് പിടിക്കുമായിരിക്കും. ഏതായാലും കഴിഞ്ഞ മാസം 2562 വാഹനങ്ങളുടെ സെയിലേ ഉള്ളൂ. കഴിഞ്ഞ വർഷം 2711 വാഹനങ്ങളുടെ സെയിലാണ്. 149 വാഹനങ്ങളുടെ വ്യത്യാസവും 5.5% ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. നിസാന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി റെനോ ആണ്. 5056 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 4481 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ 575 വാഹനങ്ങളുടെ വ്യത്യാസവും 12.83% ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മൾ ലിസ്റ്റ് നോക്കുമ്പോൾ ഭയങ്കര പെർസെൻറ്റേജ് കണക്കിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഭീകരമായിട്ടൊന്നും ഇല്ല, എങ്കിൽ അവർക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അത് പുതിയ ഫേസ് ലിഫ്റ്റ് ഡ്രൈവറും കൈകറും ഒക്കെ വന്നതിൻ്റെ തന്നെയാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല. പക്ഷേ ഇവരുടെ പുതിയ ജനറേഷൻ ഡസ്റ്റർ വരുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സെയിൽ കൂടും മൊത്തത്തിൽ.
ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി എം ജി ആണ്. എം ജിക്ക് കഴിഞ്ഞ മാസം 5819 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം 5905 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 86 വാഹനങ്ങളുടെ വ്യത്യാസവും 1.46% ഡിഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡിഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന എം ജിക്കാണ്. പക്ഷെ എന്നാലും ചെറിയൊരു ഡിഗ്രോത്ത് ഉണ്ട് എന്ന് പറയാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പം എം ജി സെലക്ട് ഡീലർഷിപ്പിന് അണ്ടറിൽ കുറച്ച് പ്രീമിയം വണ്ടികൾ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ വിൻസറിന്റെ സെയിലും വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് എം ജി അത്യാവശ്യം സേഫ് ആണ്. ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹോണ്ടയാണ്. ഹോണ്ടയ്ക്ക് കഴിഞ്ഞ മാസം 7232 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 7393 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 161 വാഹനങ്ങളുടെ വ്യത്യാസവും 2.18% ഡിഗ്രോത്ത് റേറ്റും. നമ്മുടെ എം ജി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കുറവ് ഡിഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഹോണ്ടയ്ക്കാണ്. അത്യാവശ്യം കൺസിസ്റ്റന്റ് സെയിൽസ് ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഇവരുടെ മൊത്തത്തിലുള്ളൊരു ഗ്ലോബൽ പോർട്ട്ഫോളിയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ സെയിൽ കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. ഇനിയിപ്പം ഹോണ്ട 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ 10 വണ്ടികളൊക്കെ ഇറക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുവരെ ഇവർ ഈ ഒരു റേഞ്ചിൽ തന്നെ പോകേണ്ടി വരും. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സ്കോഡയും ഫോക്സ് വാഗനും രണ്ടും കൂടെ കമ്പൈൻഡ് സെയിലാണ്. അതുകൊണ്ട് തന്നെ 12202 വാഹനങ്ങൾ സെയിൽ ടോട്ടൽ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 9022 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. കൈലാക്കിന്റെ ഒരു ഗുണം നമുക്കിവിടെ കാണാം ഇയർ ഓൺ ഇയർ കമ്പാരിസൺ ആയതുകൊണ്ട്. 3180 വാഹനങ്ങളുടെ വ്യത്യാസവും 35.25% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ബി വൈ ഡി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി അതായത് മൂന്നാമതായി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ചിരിക്കുന്ന കമ്പനിയാണ് നമ്മുടെ സ്കോഡയും ഫോക്സ് വാഗനും. പിന്നെ ഇത്രയും ഹൈ വോളിയം സെയിൽസ്, ഹൈ വോളിയം മീൻസ് കമ്പാരിറ്റീവ്ലി ബി വൈ ഡിയും അതുപോലെ ഫോഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് 12,000 ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സെയിൽ തന്നെയാണ് ഇവർക്ക് വന്നിരിക്കുന്നതെന്ന് പറയും, പെർസെൻറ്റേജിന് കണക്കിലായാലും. ഇനി നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി കിയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 32,961 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 29,808 വാഹനങ്ങൾ സെയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സെയിൽ നന്നായിട്ട് കയറിയിട്ടുണ്ട് എന്ന് പറയും, അത്യാവശ്യം കയറിയിട്ടുണ്ടെന്ന് പറയും. 3153 വാഹനങ്ങളുടെ വ്യത്യാസവും 10.58% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അഗെയിൻ നമുക്ക് ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കിയ ലാസ്റ്റ് ഇറക്കിയ വണ്ടി ക്ലാവിസ് ആണ്. അത് കഴിഞ്ഞ് പിന്നൊന്നും ഇറക്കിയിട്ടില്ല. അതിന് മുന്നേ സിറോസ് ഇറക്കിയായിരുന്നു. ഇനിയും പുതിയ വണ്ടികൾ വരുമായിരിക്കും കുറച്ച് കാലം കൊണ്ട്. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 34,868 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 30,569 വാഹനങ്ങൾ സെയിലാണ് വന്നത്. 4,299 വാഹനങ്ങളുടെ വ്യത്യാസവും 14.06% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അഗെയിൻ ടൊയോട്ടയ്ക്കും അത്യാവശ്യം നല്ല ഗ്രോത്ത് വന്നതായിട്ട് പറയാം. ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മഹീന്ദ്ര അല്ല, ടാറ്റ അല്ല, ഹ്യുണ്ടായി ആണ്. ചില സമയങ്ങളിൽ ഭൂരിഭാഗം സമയങ്ങളിലും 2nd പൊസിഷനിലായിരുന്നു ഹ്യുണ്ടായി ഉണ്ടാവാറുള്ളത്. പക്ഷേ ഏതായാലും റീറ്റെയിൽ സെയിൽസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ മാസം 4th പൊസിഷനിലാണ്. 65,442 വണ്ടികൾ സെയിലുണ്ട്. അത്ര മോശമൊന്നുമല്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 70,230 വണ്ടികൾ സെയിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത്ര കുറവായിട്ട് തോന്നുന്നത്. 4,788 വാഹനങ്ങളുടെ വ്യത്യാസവും 6.82% ഡിഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്തോറും സാധാരണ 4th പൊസിഷനിൽ എപ്പോഴും മഹീന്ദ്ര ആയിരുന്നല്ലോ ഉണ്ടാവാറുള്ളത്. മഹീന്ദ്ര ഇപ്രാവശ്യം 3rd പൊസിഷനിലായിട്ടുണ്ട്. 67,918 വാഹനങ്ങളുടെ സെയിലാണ് റീറ്റെയിൽ കണക്കിൽ മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത്. ഒക്ടോബർ 2024 62,342 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 5,576 വാഹനങ്ങളുടെ വ്യത്യാസവും 8.94% ഗ്രോത്ത് റേറ്റ് മഹീന്ദ്രയ്ക്ക് വന്നിട്ടുണ്ട്. മഹീന്ദ്ര പിന്നെ ഇപ്പം പുതിയ വണ്ടികളൊക്കെ ഇറക്കി മൊത്തത്തിൽ സെയിലിംഗ് കൂട്ടി വാരിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലും കൂടുതലാണ് ഒരു വണ്ടികൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഈ റീറ്റെയിൽ സെയിൽസിന്റെ കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടാറ്റ ആണ്. ടാറ്റയ്ക്ക് കഴിഞ്ഞ മാസം 75,352 വാഹനങ്ങളുടെ ടോട്ടൽ റീറ്റെയിൽ സെയിൽസ് ആണ് ലഭിച്ചിരിക്കുന്നത്. അഗെയിൻ അത് വളരെ ഇംപ്രസീവ് ആണ്. കഴിഞ്ഞ വർഷം 66,903 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 8,449 വാഹനങ്ങളുടെ വ്യത്യാസവും 12.63% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. പിന്നെ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് നെക്സോൺ 22,000 മുകളിൽ സെയിൽ കിട്ടുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇനിയിപ്പം ഈ മാസം ആകുമ്പോഴേക്കും CRM വരും, അപ്പോഴേക്കും പിന്നെയും സെയിൽ കൂടും. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്പർ 1 പൊസിഷനിൽ മാരുതി സുസുക്കി തന്നെയാണ്, യാതൊരു സംശയമില്ല. 2,39,567 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 2,03,347 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 36,220 വണ്ടികളുടെ വ്യത്യാസമുണ്ട്. ചില കമ്പനികളിലൊക്കെ സെയിലാണ് ഇത്രയും, പക്ഷേ ഇവർക്ക് വ്യത്യാസം തന്നെ അത്രയുണ്ട്. 17.81% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഇവരെ പറ്റി ഇനിയിപ്പോൾ ഞാൻ വിശദമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഇത്രയൊക്കെ സെയിൽ എന്തായാലും കിട്ടുന്നതാണ്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ലിസ്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു സെയിൽസിനെ പറ്റി പറയാനുള്ളതെന്ന് താഴെ കമൻസിൽ പറയാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് കൂടെ ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.